മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സിന്റെ ആത്മഹത്യയിൽ ആശുപത്രി മാനേജർ അബ്ദുറഹ്മാനെതിരെ ആരോപണവുമായി CPM രംഗത്ത്. മാനസിക പീഡനത്തെ തുടർന്നാണ് അമീന ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. മാനേജർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPM കുറ്റിപ്പുറം ഏരിയ സെക്രട്ടറി VK രാജീവ് ആവശ്യപ്പെട്ടു. ഞങ്ങളിതിൽ ഉന്നയിക്കുന്നത്, ഒന്ന്, ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ ഈ മാനേജർ എന്ന് പറയുന്ന പയ്യനായാലും ശരി, മാനേജ്മെന്റ് ആയാലും ശരി, കർക്കശ നടപടി പോലീസ് സ്വീകരിക്കണം. രണ്ട്, ഈ ആശുപത്രി വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ലാബ് രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, പെട്ടിക്കട നടത്തുമ്പോൾ ആശുപത്രി നടത്താൻ പറ്റുമോ? മാനേജർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് പറയാൻ കാരണം, ഈ ആശുപത്രിയിൽ ചിലപ്പോൾ രോഗി മരണപ്പെടും. ഇത് രോഗിയല്ലെന്നേ, ഇതൊരു കുട്ടി അവളുടെ ജീവിതം പെരുവഴിയിലായപ്പോൾ പ്രതിഷേധിച്ചാണ്, ജീവിതം കൊണ്ട് പ്രതിഷേധിച്ചതാ. മാനേജരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. സമീർ ബിൻ ഖരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, ശരിക്കും ഇത് കൂടുതൽ ജനകീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞോ ഈ വിഷയം? തീർച്ചയായും SKN, വലിയ ജനരോഷമാണ് ഈ ആശുപത്രി മാനേജ്മെന്റിനെതിരെയും ആശുപത്രി മാനേജർക്കെതിരെയും ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുറ്റിപ്പുറത്തെ ആശുപത്രിയിലെ നഴ്സായിരുന്ന അമീന ജീവനൊടുക്കിയത്. ആശുപത്രി മാനേജർ അബ്ദുറഹ്മാന്റെ ക്രൂരമായ മാനസിക പീഡനം മൂലമാണ് കുട്ടി ജീവനൊടുക്കിയത് എന്നുള്ളതായിരുന്നു ഈ സഹപ്രവർത്തകരുടെയും ഒപ്പം തന്നെ മാതാപിതാക്കളുടെയും ആരോപണം എന്നുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM ഈ ആശുപത്രി മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരുന്നത്. ഈ അബ്ദുറഹ്മാനെതിരെ കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് CPM കുറ്റിപ്പുറം ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് തന്നെ മതിയായ രേഖകളില്ലാതെയൊന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം, അല്ലാത്ത പക്ഷം പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം സമരം നടത്തുന്നത് ആലോചിക്കുമെന്നുള്ളതാണ് CPIM വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് സഹപ്രവർത്തകർ കൃത്യമായ മൊഴി നൽകിയിരിക്കുകയാണ്. നേരത്തെ പല തവണ ഈ അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നും ഈ അമീനക്ക് മാത്രമല്ല കൂടുതൽ ജീവനക്കാർക്ക് മാനസികമായ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന കുറ്റിപ്പുറം പോലീസിന് സഹപ്രവർത്തകരും നേരത്തെ ഇവിടെ ഈ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുമൊക്കെ തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ അബ്ദുറഹ്മാനെതിരെയുള്ള കൃത്യമായ തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് തെളിവാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല, ആശുപത്രി വിശദീകരിക്കുന്നത് ഈ അബ്ദുറഹ്മാൻ ജീവനക്കാരോട് ഷൗട്ട് ചെയ്യാറുണ്ടെന്നും ആശുപത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഇയാളെ നിലവിൽ സസ്പെൻഡ് ചെയ്തു എന്നും ആശുപത്രി വിശദീകരിക്കുന്നുണ്ട്. താങ്ക് യു സമീർ ബിൻ ഖരീം.